ജാനുമ്മ ആ സമയത്ത് വന്ന് ഇടപെട്ടതുകൊണ്ട് അച്ഛന് മോശം ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു തീരുമാനം ഉണ്ടായി. എന്ത് തീരുമാനം? സത്യൻ അമ്മയും ശ്യാം സോനയും താക്കീത് ചെയ്തു. പുറത്ത് കിടക്കുന്ന ആൾക്ക് ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണനയെങ്കിലും കൊടുക്കണമെന്ന്. നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ ഈ ആഹാര കാര്യത്തില് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഇവിടെ ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അമ്മയുടെ ഉള്ളില് പ്രതികാര ബുദ്ധി മാത്രമേ ഉള്ളൂ ഇന്ദ്രേട്ട. അനുകമ്പയുടെ ഒരംശം പോലും ആ മനസ്സിലുണ്ടാവാൻ ഇടയില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യൂ. ഒന്നും അല്ലെങ്കിലും 12 വർഷത്തോളം ഒന്നിച്ച് ജീവിച്ചവരല്ലേ. അവര് പ്രസവിച്ച 2 മക്കളുടെ അച്ഛനല്ലേ. മതിയനു, ഇതൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞാലേ. നീ എന്തിനാ വീണ്ടും വീണ്ടും എന്നോട് പറയണേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോ എനിക്കതാരോടെങ്കിലും പറയണ്ടേ? അങ്ങനെയെങ്കിലും ഇന്ദ്രേട്ടന്റെ മനസ്സിൽ കുറച്ച് വെളിച്ചം കിടക്കുകയാണെങ്കിൽ അതും നല്ലതല്ലേ. ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടന്റെ മനസ്സിൽ മുഴുവൻ ഇരുട്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ മനസ്സ് വിശാലവും വെളിച്ചമുള്ളതൊക്കെ തന്നെയാ. പക്ഷേ അച്ഛന്റെ കാര്യത്തില് ചില വാതിലുകളൊക്കെ അടഞ്ഞു കിടപ്പുണ്ട്. അല്ല, അത് അമ്മയെ പേടിച്ചിട്ടാണെന്ന് എനിക്കറിയാം. എന്റെ അനു, ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കുടുംബത്തിന്റെ സ്വസ്ഥതയാണ്. അത് കെടുത്താൻ ആര് ശ്രമിച്ചാലും എനിക്ക് അവരെ അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ദ്രേട്ടാ, അച്ഛൻ ആർക്കും ശല്യാവാതെ തിരിച്ചു പോയിക്കൊള്ളാന്ന് പറഞ്ഞല്ലേ. അന്ന് ഇറക്കി വിടാതെ ഇവിടെ കെട്ടിയിട്ട് പേടിപ്പിക്കുന്നത് ശരിയാണോ? അത് ന്യായമാണോ? ഒന്ന് നിർത്തന്റെ അനു. അമ്മ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാവും ഇത് ചെയ്യുന്നത്. അതിൽ നമ്മൾ തലയിടേണ്ട ആവശ്യമില്ല. ആ മനുഷ്യന്റെ കാര്യത്തിൽ അമ്മയ്ക്കോ അമ്മയുടെ മക്കൾക്കോ ഇല്ലാത്ത ദണ്ണം നിനക്കെന്തിനാ അനു? ഇതൊരു പഴയ ചിന്താഗതി ഇന്ദ്രേട്ടാ. ബന്ധങ്ങളെക്കാൾ മനുഷ്യത്വത്തിന് പ്രസക്തിയുള്ള കാലമായത്. പിന്നെ ഒരാള് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന കണ്ട ആർക്കും പ്രതികരിക്കാനുള്ള അവകാശം എന്നുണ്ട്. അല്ല, ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാ. എന്ത് ചെയ്യാൻ പറ്റും? അനു, എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ഇറങ്ങുവാ. ഇന്ദ്രേട്ടാ, എന്താ? അതെ, ഞാനൊരു കാര്യം പറഞ്ഞ ഇന്ദ്രേട്ടൻ അത് ചെയ്തു തരും. അത് അച്ഛന്റെ കയ്യിൽ ആകെ ഒരു ജോഡി ഡ്രസ്സേ ഉള്ളൂ. അത് തന്നെ പഴകി പിഞ്ഞി തുടങ്ങി. പാവം ദിവസം അത് അലക്കിയിട്ടിട്ടാ ഉപയോഗിക്കുന്നത്. ഇന്ദ്രേട്ടൻ വരുമ്പോ 2 മുണ്ടും 2 ഷർട്ടും വാങ്ങിയിട്ട് വരുമോ? അച്ഛന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണെന്ന് കരുതിയാ മതി. അത് എന്റെ കയ്യിൽ കൊണ്ടു തന്നാ മതി. ഞാൻ അച്ഛന് കൊടുത്തോളാം. ഇതൊന്നും വേറെ ആരും അറിയില്ല. ആരും കാണാതെ ഞാൻ അച്ഛനെ ഏൽപ്പിച്ചോളാം. അല്ല ഇന്ദ്രേട്ടാ, നമ്മൾ ആരും ഇല്ലാത്തവരെ സഹായിക്കില്ലേ? അങ്ങനെ വിചാരിച്ചാ മതി. നോക്കട്ടെ, ഞാൻ ഇറങ്ങാം. മോനെ ഇന്ദ്ര,